വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, CH ബൈപ്പാസ്, വണ്ടൂർ. വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. മലപ്പുറം ജില്ലയിൽ 3 മലമ്പനി കേസുകൾ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക അറിയിച്ചു. പൊന്നാനിയിൽ ഒരു മലമ്പനി കേസ് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ പ്രവർത്തകർ പ്രദേശത്ത് ഗൃഹസന്ദർശന സർവേ നടത്തുകയും രക്തസാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ വീണ്ടും 2 മലമ്പനി കേസുകൾ കണ്ടെത്തുകയും രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതോടുകൂടി പൊന്നാനിയിൽ 3 മലമ്പനി കേസുകളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. രോഗം കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പൊന്നാനി നഗരസഭയുടെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ പൊന്നാനിയിലും പരിസരങ്ങളിലും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നഗരസഭയിൽ രോഗം കണ്ടെത്തിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പ്രദേശത്ത് കൊതുകുകളുടെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ, കൊതുകു നശീകരണ പ്രവർത്തനങ്ങൾ എന്നിവ നടന്നുവരുന്നുണ്ട്. രാത്രികാലങ്ങളിൽ കൊതുകുവല ഉപയോഗിക്കുവാനും വീടുകളിൽ കൊതുകു നശീകരണ സാമഗ്രികൾ ഉപയോഗിക്കുവാനും ശ്രദ്ധിക്കണം. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാത്തവർക്കും രോഗമുണ്ടാകാൻ സാധ്യതയുണ്ട്. 1 മാസത്തിനുള്ളിൽ പനി ബാധിച്ചവർ സർക്കാർ ആശുപത്രിയിൽ രക്തപരിശോധന നടത്തണമെന്നും ആരോഗ്യവകുപ്പ് നടത്തുന്ന ഗൃഹസന്ദർശന രക്തപരിശോധനയിൽ പങ്കാളിയാവണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അഭ്യർത്ഥിച്ചു. സ്ഥലത്ത് ഉറവിട നശീകരണം, ഫോഗിംഗ്, സ്പ്രേയിംഗ് എന്നീ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ആരോഗ്യ പ്രവർത്തകരെ നിയോഗിച്ചിട്ടുണ്ട്. പ്രദേശത്ത് 3 ആഴ്ച തുടർച്ചയായി രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. മലമ്പനി ബാധിത പ്രദേശങ്ങളിലേക്കുള്ള യാത്രയും മലമ്പനി ബാധിത പ്രദേശങ്ങളിൽ നിന്നും വരുന്നവരും രോഗപകർച്ചയ്ക്കുള്ള സാധ്യത കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. മനുഷ്യരിലും മൃഗങ്ങളിലും കൊതുക് പരത്തുന്ന ഒരു സാംക്രമിക രോഗമാണ് മലമ്പനി അഥവാ മലേറിയ. ചതുപ്പുപനിയെന്നും ഈ രോഗം അറിയപ്പെടുന്നു. ഏകകോശ ജീവികൾ ഉൾക്കൊള്ളുന്ന ഫൈലം പ്രോട്ടോസോവ വിഭാഗത്തിൽ പ്ലാസ്മോഡിയം ജനുസിൽപ്പെട്ട പരാതകളാണ് ഈ രോഗമുണ്ടാക്കുന്നത്. ഇവ മനുഷ്യന്റെ രക്തത്തിൽ പ്രവേശിക്കുമ്പോഴാണ് മലമ്പനി ലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. അനോഫിലിസ് ജനുസിൽപ്പെടുന്ന ചിലയിനം പെൺകൊതുകുകളാണ് രോഗം പരത്തുന്നത്. വിറയലോടുകൂടിയ പനി, കുളിർ, തലവേദന, മേലുവേദന, ക്ഷീണം, മനംപുരട്ടൽ, ഛർദി, വയറിളക്കം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ചുമ, ശക്തമായ പേശിവേദന, തൊലിപ്പുറമേയും കണ്ണിലുമുള്ള മഞ്ഞനിറം, ഇടയ്ക്കിടെ വന്നുപോകുന്ന പനി എന്നിവയാണ് സാധാരണ ലക്ഷണങ്ങൾ. ലക്ഷണങ്ങൾ നേരത്തെ മനസ്സിലാക്കി കൃത്യമായ ചികിത്സ ലഭ്യമാക്കിയില്ലെങ്കിൽ മസ്തിഷ്കം, കരൾ, വൃക്ക തുടങ്ങിയ അവയവങ്ങളെ പ്രതികൂലമായി ബാധിക്കുകയും മരണം വരെ സംഭവിക്കുവാനും സാധ്യതയുണ്ട്. കൊതുകുകടി കൊള്ളാതെ സൂക്ഷിക്കുക. ഉറങ്ങുമ്പോൾ കൊതുകുവല ഉപയോഗിക്കുക. വീടിന് പുറത്തിറങ്ങുന്നത് ഒഴിവാക്കുക. കൊതുകുകടി പ്രതിരോധിക്കുന്നതിനുള്ള ലേപനങ്ങൾ പുരട്ടുക. ജലസംഭരണികൾ കൊതുക് കടക്കാത്ത വിധം അടച്ചു സൂക്ഷിക്കുക. തീരപ്രദേശത്ത് കയറ്റിവച്ചിരിക്കുന്ന ബോട്ടുകളിലും വള്ളങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കാതെ ശ്രദ്ധിക്കുക. മലമ്പനി ബാധിത പ്രദേശങ്ങളിലേക്കുള്ള യാത്രയും മലമ്പനി ബാധിത പ്രദേശങ്ങളിൽ നിന്നും വരുന്നവരും രോഗപകർച്ചയ്ക്കുള്ള സാധ്യത കൂട്ടുന്നു. ഇത്തരം യാത്രകൾ നടത്തിയവരും ജില്ലയ്ക്ക് പുറത്തേക്ക് യാത്ര ചെയ്തിട്ടുള്ളവരും രക്തപരിശോധന നടത്തി രോഗമില്ലെന്ന് ഉറപ്പുവരുത്തുക. 1 മാസത്തിനുള്ളിൽ പനി വന്നിട്ടുള്ളവരും രക്തപരിശോധന നടത്തേണ്ടതാണ്. കൊതുക് നശീകരണം, കൊതുകിന്റെ ഉറവിട നശീകരണം എന്നിവ പതിവാക്കുക. ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ കണ്ട് ശാസ്ത്രീയ ചികിത്സ സ്വീകരിക്കുക എന്നിവയാണ് പ്രതിരോധ മാർഗങ്ങൾ. ഈസ്റ്റ് ലൈവ്, മലപ്പുറം. ഫ്രൈഡ് ചിക്കന്റെ രുചിയെ മാറ്റിമറിച്ച പോഗോ ഇനി വണ്ടൂരിലും. സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ്. കൈരളിസ് പോഗോ ഗ്രിൽ നിയർ ലുബ്ന തിയേറ്റർ, മഞ്ചേരി റോഡ്, വണ്ടൂർ. ഒഴിവുവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകളൊരുക്കി വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ.